ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ധന്യനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അതിനോട് ചേർത്ത് പറയുന്നു, തീയതിനെ വെറുത്തിട്ട് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം ദാനമായി തന്ന നമ്മുടെ ഈ ആയുസ്സിൽ നിന്നുകൊണ്ട് നല്ലതെന്ന് പറയാൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. റോമാലേഖനത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നീതിമാന് വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും, ഗുണവാന് വേണ്ടിയും ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം. പക്ഷേ ക്രിസ്തുവോ നാം പാപിയായിരുന്നപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ട ഒരു ദൈവമാണ്. ഈ സ്നേഹത്തെ പോലെ വേറൊരു സ്നേഹമില്ല. ഇതാണ് റോമാസഭയോട് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് വ്യാജമില്ല. എന്നാൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ വിവിധ തരം സ്നേഹങ്ങൾ കാണാറുണ്ട്. അപ്പന് മക്കളോട് സ്നേഹമുണ്ട്, മക്കൾക്ക് അപ്പനമ്മമാരോട് സ്നേഹമുണ്ട്, സഹോദരങ്ങളോട് സ്നേഹമുണ്ട്. എന്ത് സ്നേഹമെന്ന് പറഞ്ഞാലും പ്രിയരെ, നമ്മളൊക്കെ കാണുന്നതാണ്, നമ്മളൊത്തിരി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. ആ സ്നേഹത്തിനെല്ലാം പരിധികളും പരിമിതികളുമുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ അപ്പൻ മക്കളെ മറക്കുന്നു, മക്കൾ അപ്പനെ അമ്മയെ മറക്കുന്നു, സഹോദരങ്ങൾ മറക്കുന്നു, തമ്മിൽ സ്നേഹിക്കുന്നതിന് പകരം കൊലപാതകങ്ങളിൽ വരെ എത്തുക. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ തീയതിനെ വെറുത്തിട്ട് നല്ലതിനോട് പറ്റിക്കൊള്ളാൻ. എന്ന് വെച്ചാൽ കർത്താവിനോട് ചേർന്നിരുന്ന, കർത്താവ് കാണിച്ചു തന്ന മാതൃകയ്ക്കകത്ത് നിന്ന് ആ നിർവ്യാജ സ്നേഹത്തിനകത്ത് എളുപ്പമല്ല, പ്രയാസമുള്ളതാണ്. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ നല്ലതിനെ, ആ കാൽവരിയിൽ തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ട, നമുക്ക് വേണ്ടി ജീവനെ തന്ന ആ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച്, ആ കർത്താവിനോട് പറ്റി നിന്ന് കർത്താവ് കാണിച്ച ആ മാതൃകയാകുന്ന ആ നിർവ്യാജ സ്നേഹത്തിനകത്തുകൂടെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.